സാൻഡ്വിച്ച് മെത്തേഡ് ഓഫ് പ്രൈസ് പ്രസന്റേഷൻ. സാൻഡ്വിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാൻഡ്വിച്ച് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? നമ്മൾ ആദ്യം ബന്ന് വെക്കുന്നു, പിന്നെ അതിൻ്റെ പുറത്ത് പാറ്റി വെക്കുന്നു, അതിൻ്റെ പുറത്ത് ബന്ന് വെക്കുന്നു, അല്ലേ? ഇങ്ങനല്ലേ കൊടുക്കുന്നു. ഇപ്പോൾ നമുക്കൊരു 3 പ്രൊഡക്റ്റ് ഉണ്ട്, ഗുഡ് ബെറ്റർ ബെസ്റ്റ്. ഓക്കെ, 90 രൂപ, 100 രൂപ, 110 രൂപ, ഇങ്ങനെ 3 പ്രൈസ് ഉണ്ട് എന്നിരിക്കട്ടെ. നമ്മൾ കസ്റ്റമറെ അവതാറിനെ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ വന്നിരിക്കുന്ന കസ്റ്റമർ പേഴ്സണലൈസ് ചെയ്യാണ്. അപ്പം ഇയാൾക്ക് നമുക്ക് മനസ്സിലായി ഇയാൾ ഒരു 100ന്റെ എടുക്കുന്ന ആളാണ്, മിഡ് റേഞ്ചിൽ എടുക്കുന്ന ആളാണ്. അപ്പൊ ഇയാളോട് എന്ത് പറയണം? സാറേ 90 തൊട്ട് അവൈലബിൾ ആണ്, 100ൻ്റെതും ഉണ്ട്, 110ൻ്റെതും ഉണ്ട്, പക്ഷെ നമുക്ക് ആ 100ൻ്റെത് മതി. ആ മിഡ് റേഞ്ച്, ഒത്തിരി താഴെയും പോണ്ട, ഒത്തിരി മേളിലും പോണ്ട. എന്താ ഇപ്പൊ ഈ പ്രസന്റേഷനിൽ ചെയ്തേ? സാറേ 90 തൊട്ട് തുടങ്ങുന്നുണ്ട്, താഴത്തെ ബന്ന് വെച്ചു. 100ൻ്റെതും കുറച്ചുകൂടെ ബെറ്റർ സാധനമുണ്ട്, 110ൻ്റെതും ഉണ്ട്, മുകളിലത്തെ ബന്ന് വെച്ചു. ഇപ്പൊ എന്തായി? അവൻ തിന്നേണ്ടത് ഏതാണോ അത് ഇടയ്ക്ക് വെച്ച് കൊടുത്തു. ഇനി വരുന്ന ഒരു പ്രീമിയം കസ്റ്റമറാണ്, അവന്റെ അടുത്ത് നമുക്ക് എന്ത് ചെയ്യണം? 110 വിൽക്കണം. അത് പ്രസന്റ് ചെയ്യുന്നത് എങ്ങനെയാ? നടുക്ക് വരുന്നത് ഏതായിരിക്കണം? 110. സാറേ 90ൻ്റെതുണ്ട്. അപ്പോഴത്തേന് മുഖമൊക്കെ അങ്ങ് ചുളിക്കണം, ഒരു വഴിക്ക് കൊള്ളത്തില്ല എന്നുള്ള രീതിയിലായിരിക്കണം അത് 90 തൊട്ട് തുടങ്ങുന്നുണ്ട്. 110ൻ്റെ നല്ല ബെസ്റ്റ് ക്വാളിറ്റി ഉണ്ട്, 100ൻ്റെതും ഉണ്ട്. പക്ഷെ സാറിനെ പോലെ ഒരാൾക്ക് ഐ സജസ്റ്റ്, എൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ പറയുന്നു, സാർ 110 തന്നെ. ഇപ്പൊ ഇടയ്ക്ക് എന്താ വെച്ചേ? അവൻ ഏതാണോ തിന്നേണ്ടത് അത് ഇടയ്ക്ക് വെച്ച് കൊടുക്കണം. ഇനി 90 എടുക്കുന്ന ഒരു ചീഫ് കസ്റ്റമർ ആവുന്ന, അല്ലെങ്കിൽ ഏറ്റവും ലോവസ്റ്റ് ആണ് അവന് വേണ്ടത്, എന്ത് ചെയ്യണം? സാറേ 110 വരെ ഉള്ളതുണ്ട്, 90ന് അതേ സാധനം തന്നെ 90നുണ്ട്, പിന്നെ 100ൻ്റെതും ഉണ്ട്, പക്ഷെ നമുക്ക് 90 മതി സാറേ. നമ്മൾ എന്ത് പറയുന്നോ അത് കസ്റ്റമർ മേടിച്ചിരിക്കും. പക്ഷെ അതെവിടെ പിച്ച് ചെയ്യണം? ഏതാണോ ആ കസ്റ്റമർക്ക് കൊടുക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അത് ഇടയ്ക്ക് വെച്ച് കൊടുക്കണം. ഇതിന്റെ പേരാണ് സാൻഡ്വിച്ച് പ്രൈസിംഗ് മെത്തേഡ്. ഇതൊക്കെ സെയിൽസുകാരെ പഠിപ്പിച്ചു കൊടുക്കണമെന്നേ. അതിനാദ്യം നിങ്ങൾ ഇതൊക്കെ പഠിക്കണം. An entrepreneur should be a trainer by himself. നിങ്ങൾ ഒരു ട്രെയിനറായി മാറണം. പുറത്തു പോയി പഠിപ്പിക്കാനല്ല, നിങ്ങളുടെ സ്ഥാപനത്തിലെ നിങ്ങളുടെ എംപ്ലോയീസിനെ പഠിപ്പിക്കാൻ നിങ്ങൾ പഠിക്കണം. കാരണം പുറത്തുനിന്ന് വരുന്ന ഒരു ട്രെയിനർക്ക് നിങ്ങളുടെ സ്ഥാപനത്തിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങളുടെ എംപ്ലോയീസിന് എന്താ വേണ്ടത് എന്ന് നിങ്ങൾക്കേ അറിയൂ. അതിന്റെ പേരാണ് നൈസ് അനാലിസിസ്, NICE. നൈസ് എന്താണ്? നീഡ്. നമ്മുടെ ഓരോ എംപ്ലോയിക്കും ഓരോ നീഡുണ്ട്. ഇപ്പം ചാന്ദിനിയുടെ വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ചാന്ദിനിക്ക് ഇപ്പോൾ ഒരു നീഡുണ്ട്. എന്ത്? വീട് പണി നടന്നുകൊണ്ടിരിക്കുക. ചാന്ദിനിക്ക് ചില ഇൻട്രസ്റ്റ് ഉണ്ട്, ചില താല്പര്യങ്ങളുണ്ട്, ചാന്ദിനിക്ക് ചില കൺസേൺസ് ഉണ്ട്, ചില ആവലാതികളുണ്ട്, ചാന്ദിനിക്ക് ചില എക്സ്പെക്ടേഷൻസ് ഉണ്ട്, പ്രതീക്ഷകളുണ്ട്. ഇത് 4ഉം എനിക്ക് അറിയാൻ പറ്റണം ആസ് എ ലീഡർ. എന്തൊക്കെ? നീഡ്, ഇൻട്രസ്റ്റ്, കൺസേൺ ആൻഡ് എക്സ്പെക്ടേഷൻ. എഴുതിക്കോ. നൈസ് അനാലിസിസ്, നീഡ്, ഇൻട്രസ്റ്റ്, കൺസേൺ ആൻഡ് എക്സ്പെക്ടേഷൻ. ഇത് നമ്മുടെ സ്റ്റാഫിനുണ്ട്, ഇത് നമ്മളുടെ വൈഫിനുണ്ട്, ഇത് നമ്മുടെ കസ്റ്റമർക്കുണ്ട്, ഇത് നമ്മളുടെ മക്കൾക്കുണ്ട്. നൈസ് അനാലിസിസ്. നൈസ്, നീഡ്, ഇൻട്രസ്റ്റ്, കൺസേൺ ആൻഡ് എക്സ്പെക്ടേഷൻ. NICE. നീഡ്, ഇൻട്രസ്റ്റ്, കൺസേൺ ആൻഡ് എക്സ്പെക്ടേഷൻ. ഏതൊരാളിന്റെ നൈസ് മനസ്സിലാക്കാൻ പറ്റുന്നോ അവരെ നമുക്ക് അടിമയാക്കാം. അപ്പോ നമ്മളുടെ ഓരോ സ്റ്റാഫിന്റെയും നൈസ് നമ്മുടെ കയ്യിൽ വേണം. ഇതറിയാമെങ്കിൽ കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് ട്രെയിനിങ് എടുക്കാൻ പറ്റും.